വെൽക്കം ബാക്ക് ടു ഡിഗ്രി മീഡിയ ചാനൽ. ഇനി നമ്മൾ വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Why did Adichie call herself a happy African feminist who does not hate men? In 2003, Adichie wrote a novel called Purple Hibiscus. It is about a man who beats his wife. When she was promoting the novel in Nigeria, a journalist told her he wanted to advise her. He said her novel was feminist. He told her she should never call herself a feminist. In his opinion, feminists are those who are unhappy because they can't find husbands. So she decided to call herself a happy feminist. So ആദ്യം ഇത്രയും നോക്കാം. 2003 അഡിച്ചി പേർപ്പിൾ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന് ആളുടെ വൈഫിനെ ബീറ്റ് ചെയ്യുന്നതാണ്. അവൾ ഈ നോവൽ നൈജീരിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ജേർണലിസ്റ്റ് അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഈ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ളതാണ്, നീ നിന്നെ തന്നെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കരുത്. കാരണം ആളുടെ ഒപ്പീനിയനിൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ള അൺഹാപ്പി ആയിട്ടുള്ള ആളുകളാണ്. കാരണം അവർക്ക് ഹസ്ബൻഡ്സിനെ കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവൾ വിചാരിച്ചു ഇനി അവളെ ഒരു ഹാപ്പി ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാമെന്ന്. നൈജീരിയൻ വുമൻ ആൻഡ് ആക്കഡമിക് ടോൾഡ് ഹർ ദാറ്റ് ഫെമിനിസം വാസ് നോട്ട് ദിയർ കൾച്ചർ. It was un-African, and so she called herself a feminist because she was influenced by Western books. Since feminism was un-African, she decided to call herself a happy African feminist. അങ്ങനെ പിന്നീട് ഒരു ആക്കഡമിക് അവളെടുത്ത് പറഞ്ഞു, ഇതൊരു അൺആഫ്രിക്കൻ ആണ്, അതായത് നമ്മുടെ കൾച്ചറല്ല, ആഫ്രിക്കക്കാരുടെ കൾച്ചറല്ല ഈ ഫെമിനിസം എന്ന് പറയണതൊന്നും. അവൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് വെസ്റ്റേൺ ബുക്സിൽ നിന്നൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വിചാരിച്ചു ഇനി മുതൽ അവൾ ഒരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് എന്ന് അവളെ തന്നെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. Then a friend told her that calling herself a feminist meant that she hated men. So she decided she would now be a happy African feminist who does not hate men. പിന്നീട് അവളുടെ ഒരു ഫ്രണ്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ വെറുക്കുന്നവർ എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് അവളെ തന്നെ എന്ത് വിളിക്കാൻ തുടങ്ങി? ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ഹു ഡസ് നോട്ട് ഹേറ്റ് മെൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Narrate the unforgettable class monitor incident in Adichie's life. When Adichie was in primary school in Suka, her teacher said that she would give a test and the highest scorer would be made the monitor. Class monitor had much power. He would write down the noisemakers and he would be given a cane to patrol the class. You were not to use it, only hold it. Adichie wanted the post very badly. She scored the highest. She was waiting for the name to be announced as the monitor. But to her greatest disappointment, the teacher said the monitor has to be a boy. A boy had the second highest score and he was made the monitor. He was a simple and a sweet boy who did not want to patrol the class with a cane. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിച്ചീൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ആ ഒരു ക്ലാസ് റൂമിൻ്റെ അല്ലെ ക്ലാസ് മോണിറ്ററിൻ്റെ ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിച്ച് പറയുന്നതാണ്, അവൾ പ്രൈമറി സ്കൂളിൽ സൂക്കയിലുള്ള പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ ടീച്ചർ പറഞ്ഞു ക്ലാസ് മോണിറ്ററിനെ ഇലക്ട് ചെയ്യേണ്ട ടൈമാണ്, അതുകൊണ്ട് ആരാണോ ഒരു ടെസ്റ്റ് നടത്തുവാണ് അതിൽ ആർക്കാണ് ഹയസ്റ്റ് സ്കോർ കിട്ടുന്നത് അവർക്ക് ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് മോണിറ്ററിന് ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു കെയിൻ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ പാട്രോൾ ചെയ്ത് നടക്കാം. അത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ അതൊരു പ്രിവിലേജ് ആണല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ നന്നായിട്ട് പഠിച്ച് ആ ഒരു ടെസ്റ്റ് എഴുതി അവൾക്ക് തന്നെയായിരുന്നു ഹയസ്റ്റ് സ്കോർ ഉണ്ടായിരുന്നത്. പക്ഷേ അവളുടെ ഒരു സർപ്രൈസിങ് എന്ന് പറയട്ടെ, അവൾക്കല്ല ആ ഒരു സ്ഥാനം കിട്ടിയത്, അവിടെ സെക്കൻഡായിട്ടുള്ള സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു ബോയ്ക്കാണ് കിട്ടിയത്. കാരണം അയാൾ ഒരു മെന്നായിരുന്നു. അവളുടെ അഭിപ്രായത്തിൽ ആ ഒരു ബോയ്ക്ക് അതിനുള്ള ഒരു കഴിവൊന്നുമില്ല, കാരണം ആളൊരു സ്വീറ്റായിട്ടുള്ള ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിനുള്ള കഴിവൊന്നും അവനില്ലായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് അഡിച്ചി സേ അബൌട്ട് കൾച്ചർ? അഡിച്ചി കൾച്ചറിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ടു അഡിച്ചി, കൾച്ചർ ഈസ് ടു എൻഷുവർ ദ പ്രിസർവേഷൻ ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ പീപ്പിൾ. It is the culture that teaches us how to behave. We develop our values according to our culture. Culture is not something fixed. It changes. She gives an example. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് അഡിച്ചി കൾച്ചറിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നതെന്നാണല്ലോ ക്വസ്റ്റ്യന്. അഡിച്ചി പറയണത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് കൾച്ചറാണ്. മാത്രമല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, നമ്മുടെ വാല്യൂസിനും ഒക്കെ അനുസരിച്ചാണ് നമ്മളൊരു കൾച്ചറിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, അതൊരു എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞു തരുന്നത്. ഇനി എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഷീ ഹാസ് 2 beautiful twin nieces. If they were born 100 years ago, they would have been killed. In the Igbo culture, birth of twins was considered to be an evil omen then.
in her family. She is the most interested in the story of her ancestors, their roots, and their history. Her brothers are not at all worried about such things. But Igbo culture prohibits women from taking part in meetings of the extended family members where major family decisions are taken. She had no say in them. It is people that make culture. Culture doesn't make people. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, അവൾക്ക് ഒരു ട്വിൻ നീസുകളുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വർഷം മുൻപായിരുന്നു ജനിക്കുന്നത് എങ്കിൽ അവരെ കൊന്നു കളഞ്ഞേനെ. കാരണം ഇഗ്ബോ കൾച്ചർ പ്രകാരം ട്വിൻസ് ജനിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഒമനാണ്, അല്ലെങ്കിൽ ഒരു ശകുനമാണ് എന്നൊക്കെ ആയിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, അവരിപ്പോഴും നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്താണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ തീർച്ചയായിട്ടും കൊല്ലുമായിരുന്നു. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവളുടെ ആ ഒരു ബ്രദറിന് മാത്രമായിരുന്നു ഫാമിലി മീറ്റിങ്സിലും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. കാരണം അവൾക്ക് അവളുടെ അഭിപ്രായം ഒന്നും പറയാൻ ചോയ്സ് ഇല്ല, അവൾ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അവൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പീപ്പിൾ ദാറ്റ് മേക്ക് കൾച്ചർ, അല്ലാണ്ട് കൾച്ചറല്ല ആളുകളെ ഉണ്ടാക്കുന്നത്. ആളുകളാണ് കൾച്ചർ ഉണ്ടാക്കുന്നത്, കൾച്ചറല്ല ആളുകളെ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡിഡ് ഇറ്റ് ഫോർ പീസ് ഇൻ മൈ മാരേജ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾസ് അഡിച്ചി ഹാസ് നെറേറ്റഡ്. അപ്പോൾ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എൻ്റെ മാരേജിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡിച്ചി ഏത് രീതിയിലാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളത്? When this statement, I did it for peace in my marriage, is made by a man and a woman, it can mean two different things. We internalize our ideas from socialization. The language of marriage is one ownership and not partnership. A man may say it when his wife tells him not to go to the club every day. Certainly, going to the club every day and spending time like that is not a good thing for a family man, but a woman says it when she gives up her job, a career goal or her dream. We raise girls to see each other as competitors, not in jobs and abilities, but in getting attention from men. If our sons have girlfriends, we accept it. But if our girls have boyfriends, we are uncomfortable. We praise girls for their virginity, but not boys. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് അടിച്ച് അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുവാണ്. അതായത് ഒരു മാൻ ആൻഡ് വുമൺ അവളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മാരേജിൽ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സർട്ടൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുരുഷന്മാരെന്താണ് ചെയ്യുന്നത്? അവർ ക്ലബ്ബിൽ ഡെയിലി പോകാറുണ്ട്. അപ്പം സ്ത്രീകൾ പറയാണ്, അവരുടെ വൈഫ് പറയാണ്, ഇനി എല്ലാ ദിവസവും ക്ലബ്ബിൽ പോകരുത് എന്ന് പറയുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഡെയിലി പോകുന്നത് അവർ ഒന്ന് കുറയ്ക്കും. പക്ഷേ ഒരു സ്ത്രീ എന്താണ് ഒരു മാരേജിനകത്ത് കോംപ്രമൈസ് ചെയ്യുന്നത്? അവരുടെ ജോബ്, കരിയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഡ്രീം അടക്കം എല്ലാ സംഭവങ്ങളും അവരൊരു മാരേജിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വേ ആണ് നോക്കുന്നത്. അതായത് പുരുഷന്മാർ വളരെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് സ്ത്രീകൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ലൈഫിലെ ഈ കരിയർ, ജോബ് പോലത്തെ സംഭവങ്ങളാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ, ഗേൾസിനെ വളർത്തുന്ന സമയത്ത് അവർ ജോബ് അതൊന്നും വാങ്ങിക്കാനുള്ളൊരു ആൾക്കാരായിട്ടല്ല നമ്മൾ വളർത്തുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു നല്ല മാൻ മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വൈഫ് മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വളർത്തുന്നത്. എന്നിട്ടോ നമ്മുടെ മക്കളിൽ ആൺകുട്ടികൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിലായിരിക്കും അവരുടെ അടുത്തൊക്കെ സംസാരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ ഒരു മകൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗേൾസിനെ അവരുടെ വിർജിനിറ്റീനെ അപ്ലോസ് ചെയ്യും, അല്ലെങ്കിൽ പ്രൈസ് ചെയ്ത് പറയും. പക്ഷേ ബോയ്സിന് അതൊന്നും ഒരു ബാധകവുമല്ല, അവർക്ക് വിർജിനിറ്റി എന്നുള്ളതൊന്നും ഒരു കാര്യമേ അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെഗറ്റീവ് ബാഗേജ് ദാറ്റ് ദ വേർഡ് ഫെമിനിസ്റ്റ് ക്യാരി? The word feminist means a person who believes in the social, political and economic equality of the sexes, but somehow it carries a lot of negative baggage with it. To some, feminists are those who are unhappy because they can't find husbands. To others, it is against the African culture, which places men in a superior position. Women are supposed to obey them. To them, feminism is a Western and it is un-African. Some other people say that feminists are people who hate men. Then a friend told Adichie that calling herself feminist meant that she hated men. All this shows how a feminist is interpreted by different people. To many, it meant hate men, hate bras, and hate African culture. They think feminists are those who think women should always be in charge. They don't wear makeup, they don't shave, they are always angry, they don't have a sense of humor, and they don't use deodorant. അപ്പോൾ ഈ ആൻസറിൽ മൊത്തത്തിലുള്ള ഒരു ആശയം എന്താണെന്ന് പറഞ്ഞു തരാം. ചില ആളുകളുടെ അഭിപ്രായത്തിൽ ഇതിൽ ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് ബാഗേജ് എന്താണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ചില ആളുകളുടെ അഭിപ്രായത്തിൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അൺഹാപ്പി ആയിട്ടുള്ള ആളുകളാണ്, കാരണം അവർക്ക് ഹസ്ബൻഡിനെ കിട്ടില്ല. പിന്നെ ചില ആളുകളുടെ അഭിപ്രായത്തിൽ ആഫ്രിക്കൻ കൾച്ചർ അല്ല ഇത്, അവർ അൺആഫ്രിക്കൻ ആണ്. അപ്പോൾ അൺആഫ്രിക്കൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ചില ആളുടെ മനസ്സിലുള്ളത്. അതേപോലെ തന്നെ ചില ആളുകളുടെ വിചാരം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഫെമിനിസ്റ്റ്. അങ്ങനെ ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് പല ആളുകൾ ഈ ഒരു വാക്കിന് ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന് കൊടുക്കുന്നത്. അതുപോലെ അവരുടെ അഭിപ്രായത്തിൽ അവർ മേക്കപ്പ് ധരിക്കില്ല, അതുപോലെ തന്നെ ഷേവ് ചെയ്യുന്നില്ല, എപ്പോഴും ആംഗ്രി ആയിരിക്കും, അവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റ് ഒന്നുമില്ല, ഫുൾ ടൈം ആംഗ്രി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്ഡാണ് ഈ ഒരു നെഗറ്റീവ് ബാഗേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന അർത്ഥമല്ല ചില ആളുകൾ അതിന് കൊടുക്കുന്നത്. അതിന് ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് ബാഗേജുകൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡസ് അരിച്ചി സേ ദാറ്റ് മെൻ റൂൾ ദ വേൾഡ്? Adichie says that men rule the world because all the rules are made to suit them. Socialization ensures that the male authority continues to reign. If our sons have girlfriends, we accept it. But if our girls have boyfriends, we are uncomfortable. We praise girls for their virginity, but the boys are allowed to do the things that they like. We tell girls to close their legs and cover their bodies. It is as if being born female is something guilty. Women are supposed to speak of their sexual desires. Even if women do not like domestic work, they are forced to do it. Cooking and cleaning are to be done by women as they have some special genes for cooking. Even when a girl is gang raped, the question many people ask what she was doing there. It is as if girls are born guilty. They have to dress, walk, talk, behave and live as the man dictate. അപ്പോൾ ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്ന് പറയാണ്. അതായത് അടിച്ച് എന്തുകൊണ്ടാണ് പുരുഷന്മാരാണ് വേൾഡ് ഭരിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം അവരെ സ്യൂട്ട് ചെയ്യാൻ, അവരെ ബോധിപ്പിക്കാൻ, അവരെ സമാധാനിപ്പിക്കാൻ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള റോളുകളാണ് ഇവിടെ മൊത്തത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ മകനാണ് ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഗേൾസിനോട് ഒരുപാട് റൂൾസ് പറയാറുണ്ട്. കാലകത്തി വെക്കരുത്, നിൻ്റെ ശരീരം കവർ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ സ്ത്രീകളായി കഴിഞ്ഞാൽ ഇതെല്ലാം അനുസരിക്കണം, പുരുഷന്മാർ പറയണത് അനുസരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അവർക്ക് അവരുടെ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി സംസാരിക്കാൻ ഒന്നും പറ്റില്ല. അതുപോലെ നമ്മൾ ഗേൾസിന് വിർജിനിറ്റീൻ്റെ കാര്യത്തിൽ പ്രൈസ് ചെയ്യും, പക്ഷേ ബോയ്സിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഗ്യാങ് റേപ്പ് ചെയ്തിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ബോയ്സ് ചേർന്നിട്ട് ഒരു സ്ത്രീനെ റേപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ ആ ഗേൾ എന്തെടുക്കുകയായിരുന്നു ഉള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലാതെ ആരും ആ റേപ്പ് ചെയ്ത ആളുകളെ പറ്റിയിട്ട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പം സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ റോളിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ, വാക്ക് ചെയ്യാൻ, ടോക്ക് ചെയ്യാൻ, ബിഹേവ് ചെയ്യാൻ, ജീവിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെറും ഒബ്ജക്റ്റാക്കി മാറ്റുകയാണ് അവരെ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് അഡിച്ചി സേസ് ദാറ്റ് ദ കോൺവെർസേഷൻ ഈസ് അബൌട്ട് ജെൻഡർ ആൻഡ് നോട്ട് ക്ലാസ്? Gender conversation is not easy to make. Men and women get uncomfortable and irritable. People ask why use the word feminist, why not use a term like a believer in human rights? Although feminism is a part of human rights, it is women that have suffered for centuries. Some men feel threatened by the idea of feminism. Many people may say they doesn't think about gender. This is a big problem because they don't see anything wrong with the present situation. When a man enters a restaurant, the waiter greets him. Does he ask the waiter why he is not greeting the woman with him? Some men bring biology to argue their point. They say female apes bow to male apes, but we are not apes. We don't live on trees and eat earthworms. Some may say men also have a hard time. Gender and class are different. Poor men still have the privilege of being men. Once a man asked Adichie why she should speak as a woman instead of speaking as human being. But certain things happen to her because she is a woman. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ആൾക്കാരൊക്കെ ചോദിക്കും എന്തിനാണ് ഫെമിനിസ്റ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്, ശരിക്കും ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടതല്ലേ ഇതൊക്കെ. അപ്പോൾ അടിച്ചിവിടെ പറയുന്ന കാര്യമാണ്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു മെന്നും ഒരു വുമണും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അവിടെയുള്ള സെക്യൂരിറ്റീസൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നത് ആ മെന്നിനെ ആയിരിക്കും. എന്നാൽ ആ കൂടെയുള്ള ആൾ പോലും ചോദിക്കില്ല എന്തുകൊണ്ടാണ് ഈ സ്ത്രീനെ ഗ്രീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറയും എന്താണ്, ഫീമെയിൽ എയ്പ്സാണ് മെയിൽ എയ്പ്സിനെ ബോ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ എയ്പ്സ് അല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. എർത്ത് വോംസിനെ കഴിക്കുന്ന വെറും എയ്പ്സുകളല്ല നമ്മൾ.
പിന്നെ എന്താണ് പറയുന്നത്, ജെൻഡറും ക്ലാസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്, ഒരു പുവർ മെൻ ആയാലും ഒരു റിച്ച് മെൻ ആയാലും പുവർ ആയാലും അവർ പൈസയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെന്നെങ്കിൽ പോലും അപ്പോഴും അവർക്കൊരു പ്രിവിലേജ് ഉണ്ട്, മെന്നാണ് എന്നുള്ള ഒരു പ്രിവിലേജ് എന്നുള്ളത്. വൺസ് എ മാൻ ആസ്ക്ഡ് അഡിച്ചി വൈ ഷീ ഷുഡ് സ്പീക്ക് ആസ് എ വുമൺ. അപ്പോൾ എന്തുകൊണ്ടാണ് വുമൺ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്, ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ സംസാരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അവളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെഷനും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2 മാർക്കിനത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.